മുഹമ്മദ് ഷഫീഖ് ഇയാളുടെ ഒപ്പം ഇത്രയും വർഷം ജീവിച്ച ഒരു പാവം സ്ത്രീയാണ്. ആശാവർക്കർ ഒന്ന് ഗർഭിണിയാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇയാളുടെ പ്രേരണ കൊണ്ട് പറഞ്ഞതാണ് ആ പ്രേരണ. അയാളുടെ 4 കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയാണ്. ഇയാൾ മരിച്ചു വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ മുഖത്ത് സങ്കടം തരിമ്പിനുണ്ടായിരുന്നോ ശ്രീ മുഹമ്മദ് ഷഫീഖ്? അദ്ദേഹം തീർച്ചയായിട്ടും അവിടുന്ന് മരണം നടന്നത് അദ്ദേഹമായിട്ട് ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെയാണ് അദ്ദേഹം വിവരം അറിയിച്ചത്. അദ്ദേഹമാണ് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം നോക്കിയത് ഇവിടെ വരുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നോക്കിയത്. കാരണം പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ആലപ്പുഴയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇത് മറവ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നും നല്ല രീതിയിൽ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാന്നും നിങ്ങളും കൂടെ പോരെ എന്നും ഇവിടെ മയ്യത്ത് മറവ് ആടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്നും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരനോട് വിളിച്ച് പറയുകയുണ്ടായി. ഈ സഹോദരൻ അതിൽ നിരപരാധിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് എന്ന് പറയുന്ന അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹമാണ് ഈ മരണപ്പെട്ട അസ്മയുടെ ആങ്ങളെ വിളിച്ചത്, ആദ്യം തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ ചുറ്റുമുള്ള ഒരു മനുഷ്യനും അദ്ദേഹം അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഭാര്യ മരിച്ചതോ അതിനെക്കുറിച്ചൊന്നും അറിയിച്ചില്ല. 10-15 കിലോമീറ്റർ ദൂരമുള്ള ആളുകളെയാണ് അദ്ദേഹം കൂട്ടിന് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അങ്ങനെ അവർ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒന്ന് നിലവിളിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ ഞങ്ങൾ മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഞങ്ങൾ പോലീസിനെ അറിയിക്കുകയെല്ലാം ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഞങ്ങളുടെ നേരെ തട്ടിക്കയറുകയുണ്ടായി. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് പോലീസ് കേസാണ്, ഞങ്ങളുടെ പെങ്ങളാണ് മരിച്ചേക്കണത്, ഞങ്ങൾക്ക് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി അറിയണം. അപ്പോൾ അദ്ദേഹം അതനുസരിച്ച് ഞങ്ങളോട് പ്രകോപനപരമായി പെരുമാറാനും അവിടുന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടൊക്കെ അദ്ദേഹം നോക്കി. അപ്പം ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത്, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ആത്മീയ ചൂഷക സംഘങ്ങളാണ് ഇവര്. അയാൾ ഉണ്ടാക്കിയ പ്രകോപനത്തിന്റെ ഭാഗമായി ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ആ ഉന്തും തള്ളും ഉണ്ടാക്കിയ നിങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. ചെറുതായിട്ടും ഞങ്ങൾക്കെതിരെ കേസെടുക്കുക, അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പരാതി കൊടുക്കുകയും പോലീസ് വന്ന് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും അദ്ദേഹം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അദ്ദേഹത്തിന് വേണ്ട ചികിത്സയായിട്ട് അദ്ദേഹം സ്കാനിങ്ങും എക്സ്റേയും എല്ലാം അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഇല്ലാത്ത ചികിത്സ അദ്ദേഹത്തിന് വേണം. അപ്പോൾ തന്നെ നമുക്കറിയാലോ അദ്ദേഹം ഭാര്യയെ കൊലക്ക് കൊടുത്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഡോക്ടറെ കാണുകയോ ഇതൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ ഞാനും ഇയാളുടെ ഈ അങ്ങേയറ്റത്തെ ദുരൂഹത ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മതപണ്ഡിതനോ ഒന്നും ഇദ്ദേഹം അല്ല. ഇദ്ദേഹം വെറും നിസാര വർഷമാണ് ഇദ്ദേഹം ഈ പള്ളി ദർസിൽ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉസ്താദ് തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം 6ാം ക്ലാസ് മാത്രം അത്രയിട്ടേ ഉള്ളൂ. അദ്ദേഹമാണ് അക്യുപങ്ചറിന്റെ വലിയ നേതാവായും വലിയ ഒരു ആത്മീയ സംഘങ്ങളുടെ നേതാവായും ഇങ്ങനെ ചമഞ്ഞ് പാവങ്ങളെ ചൂഷണം ചെയ്ത് വളരെ ഒരു എന്താ പറയുക, നമുക്ക് പറഞ്ഞാലുള്ള ഒരു വോയിസ് കിട്ടുന്നില്ല. കാരണം നമുക്ക് അത്രയ്ക്കും പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഇപ്പം ഞങ്ങളുടെ പെങ്ങളിൽ നിന്ന് ഇദ്ദേഹം ചെയ്തു വച്ചേക്കുന്നത്. ഞങ്ങളുടെ ഉടായ്പാണ്, 1ാം നമ്പർ ഉടായ്പാണ്. അയാളുടെ വീഡിയോ ഒക്കെ പാവങ്ങളെ പറ്റിക്കാനുള്ള തട്ടിപ്പാണ്. അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അപ്പോൾ അതിന്റെ വരുമാനം ഉണ്ടാവും, വേറെ വഴിക്കുള്ള വരുമാനമൊക്കെ ഉണ്ടാവും. 1ാം തരം തട്ടിപ്പുകാരൻ മാത്രമല്ല, അയാൾ 1ാം തരം ക്രിമിനലുമാണ്. നമുക്ക് പറയാനുള്ളത്, സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു.